തക്കാളി മുരിങ്ങയ്ക്കയും വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയ്ക്ക, തക്കാളി, പിന്നെ ഒരു സവോള, 3-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പാകത്തിന് വെള്ളം, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. മുരിങ്ങയ്ക്കയും തക്കാളിയും ഒക്കെ ആയതുകൊണ്ട് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ നമ്മളുടെ മൺചട്ടിയിൽ വെക്കുമ്പം നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മൺചട്ടി വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണെന്ന്. അപ്പോൾ ഞാൻ തീ അങ്ങ് ഓണാക്കിയിട്ട് നമ്മളുടെ കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത്, 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. പിന്നീട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നല്ല ചൂട് ചോറിനകത്ത് ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ.